ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന് നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാനുള്ള ഒരു നദിയും പുറപ്പെടുവിച്ചു. അത് 4 കൈവഴികളായി പിരിഞ്ഞ് തോട്ടം മുഴുവൻ നനച്ചു. ഈ തിരുവചനം വ്യക്തമാക്കുന്നത് ഏദൻ തോട്ടത്തിന്റെ സമ്പൽ സമൃദ്ധിയെയും മനുഷ്യന് ദൈവം നൽകിയ സൗഭാഗ്യകരമായ അവസ്ഥയെയുമാണ്. പർദീസ ഭാഗ്യത്തിന്റെ പൂർണ്ണ രൂപം ലഭിക്കുന്നതിന് തോട്ടം നനയ്ക്കുന്ന നദിയെക്കുറിച്ചും ഏദൻ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന 2 വൃക്ഷങ്ങളുടെ പ്രതീകാത്മകമായ അർത്ഥത്തെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്ന നദി ദൈവവചനമാണ്. അത് 4 കൈവഴികളായി പിരിഞ്ഞ് തോട്ടം മുഴുവൻ നനച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് പഞ്ചഗ്രന്ഥം എഴുതിയ 4 പാരമ്പര്യങ്ങളെയും, അതായത് യാഹ്വിസ്, ഏലോഹിസ്, പുരോഹിത, നിയമാവർത്തന പാരമ്പര്യങ്ങളും പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളെയുമാണ്. ഉൽപ്പത്തി 2:9 ജീവന്റെ വൃക്ഷവും അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന് നടുവിൽ വളർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ പറുദീസ അനുഭവത്തിലും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലും കേന്ദ്ര സ്ഥാനം ഈ 2 വൃക്ഷങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 വൃക്ഷങ്ങളും വാച്യാർത്ഥത്തിൽ എടുക്കരുത്. അറിവിന്റെ വൃക്ഷം സൂചിപ്പിക്കുന്നത് ദൈവകൽപ്പനയെ ആണ്. ദൈവകൽപ്പനകളാണല്ലോ നന്മയും തിന്മയും വിവേചിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പല ഭാഗത്ത് ജീവന്റെ വൃക്ഷത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. വെളിപാട് 2:7. ജീവവൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. വെളിപാട് 22:14. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. വെളിപാട് 22:2. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും എന്ന വാക്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ പറുദീസ എന്നത് സ്വർഗീയ ജെറുസലേമിനെ സൂചിപ്പിക്കുന്നു. ജീവവൃക്ഷം യേശുവിനെയും ജീവവൃക്ഷത്തിന്റെ ഫലം പരിശുദ്ധ കുർബാനയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഏദൻ തോട്ടത്തിന്റെ നടുവിലാണ് ജീവവൃക്ഷം നിൽക്കുന്നത്. ഇതിൽ നിന്ന് മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷയുടെ കേന്ദ്രവും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്രവും യേശുക്രിസ്തുവാണെന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവന്റെ പൂർണ്ണതയിൽ പങ്കുകാരാവുക എന്നതാണ് അർത്ഥം.